നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞു നാണ്ടി. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ പാട്ടിൽ പ്രതിപാദിക്കുന്ന ഓടമരത്തിനെയാണ്. ബലനൈറ്റേസിയെ കുടുംബത്തിൽപ്പെടുന്ന ഓടയുടെ ശാസ്ത്രീയ നാമം ബലനൈറ്റിസ് റോക്സ്ബർഗി എന്നാണ്. ഓടമരത്തിൻ്റെ ചുവട്ടിലാണ് വനവാസകാലത്ത് ശ്രീരാമനും പാണ്ഡവന്മാരും വസിച്ചിരുന്നതെന്ന് രാമായണത്തിലും മഹാഭാരതത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ ശാകുന്തളത്തിലെ ശകുന്തള മാൻപേടയുടെ മുറിവടക്കാനായി ഓടമരത്തിൻ്റെ എണ്ണയാണ് പുരട്ടിയിരുന്നത്. താപസന്മാർ ഇതിൻ്റെ കായ് ഭക്ഷിച്ചിരുന്നതായും ഇതിൻ്റെ എണ്ണ വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ താപസതരു, പൂതീഗന്ധ, ഇങ്കുതി എന്നെല്ലാമാണ് സംസ്കൃതത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയാണ് ഓടമരത്തിൻ്റെ ജന്മദേശം. മഴ കുറഞ്ഞ വരണ്ട പ്രദേശങ്ങളിലാണ് സാധാരണയായി ഇത് കണ്ടുവരുന്നത്. കേരളത്തിലെ മറയൂർ വനങ്ങളിലും ഇത് അപൂർവമായി കണ്ടുവരുന്നുണ്ട്. ഏകദേശം 4 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ മരമാണിത്. ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് ചാരനിറമാണ്. മഞ്ഞ കലർന്ന വെളുത്ത നിറത്തിലുള്ള തടി ഈടും ഉറപ്പുമുള്ളതാണെങ്കിലും പ്രധാന പണികൾക്കൊന്നും ഉപയോഗിക്കാറില്ല. വിറകിനും പാക്കിംഗ് കേസ് നിർമ്മാണത്തിനുമൊക്കെയാണ് ഉപയോഗിച്ചു വരാറ്. നീണ്ടു കൂർത്ത് ബലമുള്ള വലിയ മുള്ളുകൾ ഇതിൻ്റെ കാണ്ഡത്തിൽ വളരെ അകലത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾക്ക് കടും പച്ച നിറമാണ്. ഇലകൾ ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. ഇലകളുടെ മുകൾ ഭാഗത്ത് പരിപരിപ്പും താഴ്ഭാഗം മൃദുവുമാണ്. ഇലകളുടെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. ദീർഘവൃത്താകൃതിയിലാണ് ഇലകൾ കാണപ്പെടുന്നത്. ഇലഞ്ഞെട്ടിന് ഏകദേശം 1/2 സെൻറ്റിമീറ്ററോളം നീളം വരും. പത്രകക്ഷങ്ങളിലാണ് പൂവുണ്ടാവുന്നത്. പച്ച കലർന്ന മഞ്ഞ നിറമുള്ള പൂക്കൾക്ക് 5 ഇതളുകളും 10 കേസരങ്ങളും ഉണ്ടായിരിക്കും. നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളാണ് ഓടമരത്തിൻ്റേത്. ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമാണ് ഓടമരത്തിൻ്റെ ഫലത്തിൻ്റേത്. ഇതിന് 5 കോണുകൾ ഉണ്ടായിരിക്കും. ഈ ഫലം വളരെ സ്നിഗ്ധവും മാംസളവുമാണ്. നല്ല സുഗന്ധമുള്ള ഫലത്തിൻ്റെ ഏറ്റവും പുറത്തെ തോട് ചകിരി പോലുള്ളതാണ്. ഒരു ഫലത്തിൽ ഏകദേശം 5 വിത്തുകൾ ഉണ്ടായിരിക്കും. ഈ വിത്തിൻ്റെ മജ്ജയും ഭക്ഷ്യയോഗ്യമാണ്. മഞ്ഞുകാലമാകുമ്പോഴേക്കുമാണ് ഫലങ്ങൾ പാകമാകുന്നത്. ഡയോസ്ജനിൻ, ഹൈഡ്രോ കാർബൺസ്, യാമോജനിൻ തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന രാസഘടകങ്ങൾ. ഇതിൻ്റെ തൈലത്തിൽ ധാരാളം സ്റ്റിറോയിഡുകളും ഹോർമോണുകളും അടങ്ങിയിരിക്കുന്നു. ഓടമരത്തിൻ്റെ ഫലത്തിന് മധുര തിക്തരസമാണ്, ഉഷ്ണവീര്യവും. ഇത് വ്രണം, കുഷ്ഠം, കൃമി തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ തൈലത്തിന് ലഘുസ്നിഗ്ധ ഗുണമാണ്, കഫവാതഹരവുമാണ്. ഓടമരത്തിൻ്റെ കായ, എണ്ണ, ഇല തുടങ്ങിയവയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഓടമരത്തിൻ്റെ ആയുർവേദത്തിലെ ഉപയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ ഓട അതിൻ്റെ ഈ സന്യാസിമാരോടുകൂടി ബന്ധപ്പെട്ടായിട്ടാണ് ഈ ഓട പറയാം. അതിനൊരു ദൈവികമായ വൃക്ഷമായിട്ടൊക്കെ കണക്കാക്കുന്നത്. ചില അമ്പലങ്ങളിലൊക്കെ ഓടപ്പൂവൊക്കെ വളരെ അത്ഭുതമായിട്ട് കണക്കാക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ത്വക്ക് രോഗങ്ങളാണ്. പണ്ട് കുഷ്ഠരോഗത്തിലടക്കം ഈ ഓടയുടെ എണ്ണ പരട്ടിയിട്ട് അതിൻ്റെ ഓടവൃക്ഷത്തിൻ്റെ ആ കഷായം എടുത്ത് അകത്തേക്ക് കഴിഞ്ഞാൽ കാതിൽ കഷായം വെച്ച് കഴിഞ്ഞാൽ ഈ കുഷ്ഠരോഗം പോലും ശമിക്കുന്ന പറയാം. ഇപ്പോൾ ഈ പഴകിയ വ്രണത്തിന് ഓടയുടെ എന്നെടുത്ത് ആ എണ്ണ എടുത്തിട്ട് പരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അതുപോലെ തന്നെ ഓടയുടെ കാതിൽ വെച്ച് കഷായം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ വളരെ പഴകിയ വ്രണം പോലും അത് ഉണങ്ങുന്ന പറയാം. പിന്നെ ഈ ശരീരത്തിൽ ഈ ചൊറിച്ചിലുണ്ടാകും. ഈ ഓടപ്പൂവ് എടുത്തിട്ട് ഈ വാഗ തേക്കുമ്പോൾ ഓടപ്പൂവ് കൊണ്ട് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഈ കട്ടിയായിട്ടുള്ള ഈ ചൊറിച്ചിലിനോട് കൂടിയിട്ടുള്ള ചില ഈ ലൈക്കൻ പ്ലാനസ് പറഞ്ഞ ലീഷൻസ് ഒക്കെ ഉണ്ട്. അതിന് ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് കുറയും.